വളരെ മനോഹരമായിട്ടുള്ള ഒരു വീടാണ്. വളരെയധികം നന്നായി ഒരു പെൺകുട്ടിയുടെ പ്രയത്നം കൊണ്ടിട്ട് 30 ലക്ഷം രൂപയുടെ ഒരു വീട് വെക്കുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമൊന്നുമല്ല. അത് മാത്രമല്ല, നമുക്ക് അമൃത നായരുടെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ എന്ന് വെച്ചാൽ അമൃത നായരൊക്കെ എന്ന് പറഞ്ഞാൽ ഉദ്ഘാടനത്തിന് പോയി ശരീരഭാഗം കാണിച്ച് കാശുണ്ടാക്കുന്ന വ്യക്തിയൊന്നുമല്ല. അപ്പോൾ അത്യാവശ്യം മോഡേൺ ആണ് ആള് എന്നല്ലാതെ പലരും ചെയ്യുന്നത് കണക്കുള്ള പുത്സിതങ്ങളൊന്നും അവർ ചെയ്യുന്നതായിട്ട് നമ്മൾ എങ്ങും കണ്ടിട്ടില്ല. പലരും ഉദ്ഘാടനങ്ങളൊക്കെ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് അല്പവസ്ത്രം മാത്രം ധരിച്ച് പോയി ഉദ്ഘാടനം ചെയ്യുന്ന ആളുകളാണ് ഇപ്പോൾ സമൂഹത്തിൽ ഇന്നത്തെ കാലത്ത് കൂടുതലായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ അമൃതയൊക്കെ വളരെ പൊള്ളിയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പിന്നീട് പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് രേണുസുതിയുടെ കാര്യമാണ് ഓർമ്മ വന്നത്. ശരിക്കും എനിക്കിവിടെ പറയേണ്ടത് രേണുവിന്റെ അടുത്താണ്. ഈ അമൃത നായർ എന്ന് പറയുന്ന പെൺകുട്ടി എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രായം കുറഞ്ഞ ഒരു ചെറിയ പെൺകുട്ടിയാണ്. 26-27 വയസ്സൊക്കെ അതിനകത്തുള്ള പ്രായമൊക്കെ ഉള്ളൂ. സമയം രേണുസുതിയുടെ കാര്യം പറയുകയാണെങ്കിൽ, രേണുസുതിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട്, കാശ് വരുന്നുണ്ട്. അതൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ്, വരുന്ന കാശൊക്കെ. പക്ഷേ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളതാണ് എനിക്ക് ഇവരോട് പറയാനുള്ളത്. ശരിയാണ്, ഇവർക്ക് വീടുണ്ട്, എല്ലാം ഉണ്ട്. മറ്റുള്ളവർ വെച്ച് തന്ന വീടിനുള്ളിൽ കിടക്കുന്നതിനേക്കാളും അന്തസ് സ്വന്തമായിട്ട് ഒരു കുഞ്ഞൊരു മാടമെങ്കിലും കെട്ടിക്കിടക്കുകയാണെങ്കിൽ അത് തന്നെയാണ്. ഇന്ന് വാ പോ എന്ന് മറ്റുള്ളവർ പറയുന്നെങ്കിൽ, പട്ടിയെ ആട്ടുന്ന കണക്ക് രേണുവിനെ മറ്റുള്ളവർ ആട്ടുന്നുണ്ടെങ്കിൽ അത് രേണുവിന്റെ നാവിന്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ പോലും സ്വന്തമായിട്ട് 2 സെന്റ് മണ്ണ് മേടിച്ച് അതിലൊരു കുഞ്ഞൊരു മാടം കെട്ടിക്കിടക്കുകയാണെങ്കിൽ മറ്റുള്ളവർ അതിനെ ചോദ്യം ചെയ്യാനായിട്ട് വരില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ താമസിക്കുന്ന നിങ്ങൾ എന്ത് ഗോഷ്ടി കാണിച്ചാലും എന്ത് കോപ്രായം കാണിച്ചാലും ഇന്ന് വിമർശിക്കുന്നത് പോലെ മറ്റുള്ളവർ ഇത്രയധികം സ്ട്രോങ് ആയിട്ട് നിങ്ങളെ വിമർശിക്കാനായിട്ട് നിൽക്കില്ല. കാരണം ഇന്ന് മറ്റുള്ളവർ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ചിലപ്പോൾ ആ വീട്ടിൽ നിന്നും പോടി വാടി എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വസ്തു തന്ന ആളെ നിങ്ങൾ അധിക്ഷേപിച്ചത് കൊണ്ട് തന്നെയാണ്. എന്നാൽ പോലും ഇന്നുള്ള ഈ ഒരു തിരക്ക് നിങ്ങൾക്ക് എന്നും ഉണ്ടാവണമെന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതൊരു ആർട്ടിസ്റ്റും കുറച്ച് കഴിയുമ്പോൾ ഫീൽഡ് ഔട്ട് ആവുന്നത് സർവ്വസാധാരണമാണ്. നമ്മൾ അങ്ങനെ പലരെയും കണ്ടിട്ടുള്ളതുമാണ്. രേണുസുതിക്കും ഇന്നല്ലെങ്കിൽ നാളെ അതുപോലൊരു അവസ്ഥ ഉണ്ടാവും. പക്ഷെ അതിന് മുമ്പായിട്ട് കിട്ടുന്ന പൈസ മുഴുവനും സൗന്ദര്യം കൂട്ടാനായിട്ടും അടിച്ചു പൊളിച്ച് നടക്കാനായിട്ടും ചിലവാക്കി കളയാതെ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് അതുവഴി ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് ജീവിക്കാം. അപ്പോൾ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഫീൽഡ് ഔട്ട് ആയി കഴിയുമ്പോൾ നിങ്ങളെ ആരും മൈൻഡ് ചെയ്യില്ല. ഒരു പട്ടിക്കുഞ്ഞ് പോലും നിങ്ങളെ മൈൻഡ് ചെയ്യില്ല. അപ്പോൾ ഇന്ന് നിങ്ങൾ കരുതി വെക്കുകയാണെങ്കിൽ നാളെ നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടുമെന്ന് മാത്രമേ പറയാനുള്ളൂ. അമൃത നായരെ കണ്ട് നിങ്ങളൊന്ന് പഠിക്കും.